ഹലോ, അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ നട്ട് ഷേക്കാണ്. അപ്പോൾ ആപ്പിളും നട്ട്സും കൂടി ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിൾ തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നട്ട്സ് എന്ന് പറയുമ്പോൾ പിസ്ത എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്. ഈ നട്ട്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പിസ്ത ആയാലും കാഷ്നട്ട് ആയാലും ബദാം ആയാലും അത് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഷേക്ക് അടിക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ ഈ നട്ട്സ് എല്ലാം കൂടി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും. നമ്മുടെ ഈ നട്ട്സ് സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നമുക്ക് ഈ നട്ട്സിലെ ബദാം പിസ്ത പോലുള്ള നട്ട്സിൻ്റെ തൊലി നമുക്ക് കളയാനായിട്ട് ഈസി ആവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ നട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. നട്ട്സിൻ്റെ ക്വാണ്ടിറ്റി 1 പിടി വീതമാണ് ഞാൻ ഓരോ ടൈപ്പ് നട്ട്സും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വേണമെങ്കിൽ എടുക്കാം. അല്ല, നട്ട്സ് അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാല്, തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ നട്ട് ഷേക്കിന്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ്, നമ്മൾ ഈ നട്ട്സ് ആപ്പിൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ഫോമിലാക്കി എടുക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നമ്മളെ ആപ്പിളും നട്ട്സും കൂടി ജാറിലിട്ട് പേസ്റ്റ് ഫോമിലാക്കി എടുക്കുന്നു. അപ്പോൾ സ്മൂത്ത് പേസ്റ്റ് ആക്കണ്ട, കാരണം നമ്മുടെ ഷേക്കിൽ എപ്പോഴും കുറച്ച് നട്ട്സിൻ്റെ പീസസ് അല്ലെങ്കിൽ കുറച്ച് ആപ്പിൾ സ്മൂത്ത് പേസ്റ്റ് ആക്കാൻ കുഴപ്പമില്ല. പക്ഷേ നട്ട്സിൻ്റെ പീസസ് എപ്പോഴും അതിൽ കുറച്ച് കടിക്കാനിടയ്ക്ക് കിട്ടുന്നത് അതെന്താ ഒരു പ്രത്യേക ഫീലാണ് അത് അങ്ങനെ കുടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നട്ട്സ് സ്മൂത്ത് പേസ്റ്റ് ആക്കുന്നില്ല, പക്ഷേ ആപ്പിൾ സ്മൂത്ത് പേസ്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിനായി ആദ്യം ആപ്പിൾ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഇനി പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ക്വാണ്ടിറ്റി എടുക്കണം, നട്ട്സ് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ആഡ് ചെയ്യാം. അവസാനമായിട്ട് ബദാമും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആപ്പിളും നമ്മുടെ നട്ട്സും കൂടിയിട്ട് മിക്സായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പാലും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് പാൽ. ഇനി ഇത് ഞാൻ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഐസ് ക്യൂബ്സ് തൽക്കാലം ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുത്തുടനെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ വേറെ തണുത്ത ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആപ്പിൾ നട്ട്സ് മിൽക്ക് ഷേക്ക് റെഡിയാണ്. നമുക്ക് സെർവ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീണ്ടും പുതിയൊരു റെസിപ്പിയായി പുതിയ ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.